ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ക്ലൈമാക്സ് കണ്ട് ഇതുപോലെ ഷോക്കായി പോയ ചിത്രങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഞാനൊരു 5 സിനിമ സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് കണ്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സിനിമാ പ്രേമികളൊക്കെ ആണെങ്കിൽ ഈ സിനിമകളൊക്കെ കാണാതിരിക്കാൻ വഴിയില്ല. എങ്കിൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു റിമൈൻഡർ. അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടാതെ കമന്റ് ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നോക്കാം സിനിമ ഏതാണെന്നോ. 5ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു അമേരിക്കൻ നിയോനോയർ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ഷട്ടർ ഐലൻഡ്. ചിത്രം അപ് ടു നമ്മളെ ടെൻസ്ഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫ്ലോ, ചിത്രത്തിന്റെ ആ ഒരു ഫ്ലോ തന്നെയാണ് ക്ലൈമാക്സിൽ അത്രയും വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് കാരണം. എന്തായാലും ക്ലൈമാക്സ് ഒരു 1.5 എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ ചിത്രം ആമസോൺ പ്രൈം, ജിയോ സിനിമ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ 4ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് ഇരട്ട. ഒരു സാധാരണ ഡ്രാമ മോഡിൽ മുന്നോട്ട് പോകുന്ന ഈ ചിത്രം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ പല വീഡിയോയിൽ ഈ സിനിമയെ പറ്റി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം അവൈലബിൾ ആയിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. 3ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു കനേഡിയൻ ഡ്രാമ ത്രില്ലർ മൂവിയാണ് ഇൻസെന്റിയസ്. ചിത്രം എനിക്ക് സജഷനിൽ വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ലോ ബേണിംഗ് ഡ്രാമയാണ്. അല്പം ടൈം എടുത്താണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. നമ്മൾ അല്പം ക്ഷമയോടെ തന്നെ കണ്ടിരിക്കണം. പക്ഷെ ക്ലൈമാക്സ് അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. 2ാം സ്ഥാനത്തുള്ള ചിത്രം 1999 പുറത്തു വന്ന ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് സിക്സ്ത് സെൻസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമാക്സ് മൂവി ഇൻ ദ വേൾഡ് ഫിലിം ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഈ തീമൊക്കെ വെച്ചിപ്പോ പല പടങ്ങളും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റേതായ രീതിയിലോട്ടൊക്കെ മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ടുള്ള ഈ ചിത്രം തന്നെ കാണുക. അത് തന്നെയാണ് ഒരു നല്ല എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഹോട്ട്സ്റ്റാറിൽ ഈ ചിത്രം അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ 1ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഓൾഡ് ബോയ്. പല സിനിമകളുടെയും ക്ലൈമാക്സ് ഇൻസ്പിറേഷൻ ആണ് ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇരട്ട തന്നെ, മലയാളത്തിൽ വന്ന ഇരട്ട തന്നെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെയുള്ള പല ചിത്രങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ് ഈ ചിത്രം. അപ്പൊ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള നല്ല ചിത്രങ്ങൾ, അത് പഴയതായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതുപോലെ നല്ല സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. കൂടാതെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും നിങ്ങൾ പരിഗണിക്കുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാതെ എല്ലാവർക്കും നന്ദി.